പ്രാർത്ഥനകൾ സഫലമായി. 25 സംവത്സരങ്ങൾക്ക് ശേഷം തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കടകത്തിൽ വീണ്ടും ദേവിമാരുടെ 47 അടി തിരുമുടി ഉയർന്നു. പെരുങ്കളിയാട്ടത്തിന്റെ സമാപന സുദിനമായ ബുധനാഴ്ച രാവിലെയായിരുന്നു ഭഗവതിമാരുടെ പുറപ്പാട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 8 നാളുകളിലായി നടന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കടകം പെരുങ്കളിയാട്ടത്തിന് ധന്യ പരിസമാപ്തി. സമാപന സുദിനമായ ബുധനാഴ്ച രാവിലെയോടെ ഉപദേവതമാർ അരങ്ങുവാണ് അണിയറയിലേക്ക് മടങ്ങിയതോടെയാണ് പ്രധാന ദേവതമാരുടെ പുറപ്പാടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മണക്കാട്ട് തറവാട്ടിൽ നിന്നും ഭഗവതിക്കുള്ള കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പിന്നാലെ ആകാശത്ത് വട്ടമിട്ട് പറന്ന കൃഷ്ണപ്പരുന്തുകളെയും 25 പ്രാർത്ഥനകളുമായി കൈകൂപ്പി നിന്ന ഭക്തസഹസ്രങ്ങളെയും സാക്ഷിയാക്കി പടക്കത്തി ഭഗവതിയുടെ തിരുമുടി നിവർന്നു. 47 അടി തിരുമുടിയണിഞ്ഞ് ക്ഷേത്രനടയിലേക്ക് പാഞ്ഞെടുത്ത് ഐതിഹ്യപ്രകാരമുള്ള 18 ആയുധങ്ങളുമെടുത്ത് കലാശം ചവിട്ടി. ശേഷം മംഗലക്കുഞ്ഞുങ്ങൾക്കൊപ്പം 3 തവണ ക്ഷേത്രം വലം വെച്ചു. പടക്കത്തി ഭഗവതിയുടെ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് ആര്യക്കര ഭഗവതിയുടെ തിരുപ്പുറപ്പാട് നടന്നത്. പതിഞ്ഞ താളത്തിൽ തോറ്റമ്പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ആര്യക്കര ഭഗവതിയുടെ 47 അടി മുടിയും രാമവില്യത്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു. ചെണ്ടയുടെ രൗദ്രതാളത്തിൽ 3 തവണ ക്ഷേത്രം വലം വെച്ചതോടെ ഇരുദേവതമാരും ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 10,000-ങ്ങളാണ് തിരുമുടിയായി രാമവില്യത്തേക്കെത്തിയത്. തിരുമുടി ഉയർന്നതോടെ അന്നദാനവും നടത്തി. 8 ദിവസങ്ങളിലായി നടന്ന പെരുങ്കളിയാട്ടത്തിൽ 100ഓളം തെയ്യങ്ങളാണ് രാമവില്യം കടകത്തിന്റെ അരങ്ങിലെത്തിയത്. രാത്രി വൈകി ദേവതമാരുടെ തിരുമുടി താഴ്ന്നതോടെ 25 ആണ്ടിന് ശേഷം നടന്ന പെരുങ്കളിയാട്ടത്തിനും സമാപനമായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.